ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം നിങ്ങളെ എവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 232 ദിവസം. ഇന്ന് 603 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എൻ്റെ കർത്താവും എൻ്റെ ദൈവവും യേശു ക്രിസ്തു മാത്രമാണ് എന്ന ബോധ്യമുണ്ടായാൽ അവർ രക്ഷിക്കപ്പെടും. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും യേശു ക്രിസ്തു മാത്രമാണ് എന്ന ബോധ്യമുണ്ടായാൽ അവർ രക്ഷിക്കപ്പെടും എന്നത് ആണ്. വാതിലടച്ച് ഭയത്തോടെ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. ഒരു ഉൾവിളിയാൽ എന്നവണ്ണം ക്രിസ്തുവിന്റെ കൈയും വിലാപ്പുറവും കണ്ട് ബോധ്യമാകുമ്പോൾ മാനസാന്തരത്തിന്റെ പുതിയ അനുഭവങ്ങൾ പിറവികൊള്ളുന്നു. പിന്നെ ഒരു നിയോഗമായിരുന്നു. നിയോഗം തിരിച്ചറിഞ്ഞ സഹനത്തിന്റെ സഞ്ചാരമായിരുന്നു. ബോധ്യങ്ങളിൽ എത്തിയ മനുഷ്യരെല്ലാം നിയോഗത്തിനനുസൃതമായ ജീവിതശൈലി രൂപപ്പെടുത്തി. കോണ്ടങ്ങളിലെ കീഴടക്കുന്ന വേഗതയോടെയും ദൈവാത്മാവിന്റെ കൃത്യതയോടെയും ഉള്ളിൽ ഉരുവായ വിശുദ്ധ വ്യഗ്രതയോടെയും സഞ്ചാരം തുടങ്ങി. പുതിയ ദിശയും പുതിയ സഞ്ചാരപഥങ്ങളും ബോധ്യങ്ങളിൽ നിന്നാണ്. അതാണ് മാനസാന്തരത്തിലൂടെയും ഐക്യത്തിലൂടെയും പ്രതിഫലിക്കുന്നത്. AD 82 കേരളക്കരയിലും ക്രിസ്തുവിന്റെ സുവിശേഷം എത്തിച്ചത് വിശുദ്ധ തോമാസ് ലീഗായാണെന്ന് കരുതുന്നു. സാക്ഷ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും വിശ്വാസങ്ങളിലെ ന്യൂനപക്ഷം അങ്ങനെ വിശ്വസിക്കുന്നു. എല്ലാ വിശ്വാസങ്ങളും രൂപപ്പെട്ടത് അങ്ങനെയാണ്. പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിന്റെ വലിയ ആൾരൂപങ്ങളിലല്ല, ചെറിയ ആട്ടിൻകൂട്ടത്തിന്റെ വേദനകളിലും അലച്ചിലുകളിലും തോന്നലുകളേക്കാൾ ഉപരിയായ ബോധ്യങ്ങളിലും മാനസാന്തരത്തിന്റെ സദ്ഫലങ്ങളും ഉരുവും കൊള്ളുന്നു. തെക്കേ ഇന്ത്യയിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ ചെന്നൈയിലെ സെന്റ് തോമസ് മൗണ്ടിൽ വിശ്വാസത്തോടെ എത്തുന്ന ഏതൊരാൾക്കും മുന്നിൽ അടഞ്ഞ വാതിലുകളല്ല, പൊതു സഞ്ചാരത്തിനുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു എന്ന് നമുക്ക് ഏവർക്കും അനുഭവമുള്ളവർക്ക് അറിയാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന ബോധ്യത്തിൻ്റെ അനുരണനങ്ങൾ സ്വീകരിച്ച് മടങ്ങുന്നവർ മാനസാന്തരത്തിൻ്റെ സംഗീതത്തിൽ അഭയം പ്രാപിക്കുന്നുവെന്നും നമുക്ക് എവർക്കും അറിയാം. ജ്ഞാനികളെ അത്ഭുത പരതന്ത്രരാക്കുകയും വിജ്ഞാനിയർ എന്ന് കരുതപ്പെട്ടിരുന്നവരെ അടുപ്പിക്കുകയും ചെയ്ത വിശുദ്ധ പൗലോസ് ക്രിസ്തു വിശ്വാസത്തിലൂടെ രൂപപ്പെടുന്ന അറിവിൻ്റെയും ഉറവിൻ്റെയും അനുഭവം പങ്കുവയ്ക്കുന്നു. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു, അവൻ, അതായത് യേശു ക്രിസ്തു, എൻ്റെ ഉപനിധി അന്ത്യത്തോളം കാപ്പാൻ ഉറച്ചുമിരിക്കുന്നു എന്ന സാക്ഷ്യത്തിലൂടെ മാനസാന്തരത്തിന്റെ പുതിയ ജീവിതശൈലിയെ ഉണർത്തുന്നതായി നമുക്ക് കാണാം. സാക്ഷ്യം മാനസാന്തരത്തിന്റെ ഔന്നത്യമാർന്ന തലയാണ്. അറിയുന്ന സത്യത്തെ ഉറപ്പിക്കുകയും മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിച്ചും കൊണ്ട് ഉറപ്പുള്ള ബോധ്യങ്ങളിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ബോധ്യങ്ങൾ സ്നേഹത്തിന്റെ നീർച്ചാലുകളിൽ നിന്ന് ഊർജം കണ്ടെത്തുന്നു. ദൈവീക ഉദ്ദേശ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള നിയോഗങ്ങളിൽ ജീവദായകമായ കൈമാറ്റങ്ങൾ ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാ പ്രേരിതമായ അത്തരം ഒഴിവുകൾ ക്രിസ്തുവാകുന്ന സാഗരത്തിൽ എത്തുമ്പോൾ കൂട്ടായ്മയുടെ അനന്യതകൾ സംജാതമാകുന്നു. വന്യവും ഭീതിതത്വവുമായ ജീവിത സാഹചര്യങ്ങളിൽ അസാധ്യകരമായ അനുഭവങ്ങൾ പിറവികൊള്ളുന്നു. പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിയകലണമെന്ന് മകന് തോന്നിയത് എന്തുകൊണ്ടാണ്? മനസ്സിന്റെ നിർണയങ്ങളിലും ഹൃദയത്തിന്റെ നിരൂപണങ്ങളിലും ചില തോന്നലുകൾ വരുത്തുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രകാശത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും നിഴലുകളുടെ തടവറയിലേക്ക് നാം സഞ്ചരിച്ചുകൂടാ. പിതാവിനോടൊത്തുള്ള ജീവിതത്തിന്റെ ഓർമ്മകൾ ബോധമണ്ഡലങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ചില തോന്നലുകൾ രൂപപ്പെടുന്നു. ഇന്നലകളിലെ ബോധ്യങ്ങളിൽ നിന്ന് മാനസാന്തരത്തിലൂടെയുള്ള പുതിയ ബോധ്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. നന്മയുടെ ബോധ്യങ്ങളിലേക്ക് ആനയിക്കുന്നതാണ് മാനസാന്തരം എന്നതാണ് രണ്ടാമത്തെ കാര്യം. ക്രിസ്തു എന്ന നന്മ സുവിശേഷിക്കുന്നവരുടെ പാദങ്ങൾ മനോഹരം എന്നത് തിരുവചനം ഓർമ്മിപ്പിക്കുന്ന സത്യമാണ്. കിണ്ണങ്ങളുടെ പുറം മോടി പോലെയുള്ള
ജീവിതം മുഴങ്ങുന്ന ചെമ്പായി അവശേഷിക്കുന്നു. ഒരുവനെ തന്നെപ്പറ്റി തന്നെ തോന്നുന്ന ചില ബോധ്യങ്ങളിൽ അഹന്തയുണ്ടാകുന്നു. അഹന്തയിൽ നിന്ന് രൂപപ്പെടുന്ന അട്ടഹാസങ്ങൾ ചിലമ്പുന്ന കൈത്താളം പോലെയാകുന്നു. പുറം നന്നാക്കുന്നവൻ അരപ്പട്ടയുടെ വീതിയിലും വസ്ത്രത്തിന്റെ തൊങ്ങലുകളിലും മാത്രം ശ്രദ്ധിക്കുമ്പോൾ നഷ്ടമാകുന്നത് തിരിച്ചറിവിന്റെ വസന്തമാണ്. സത്യത്തെ കാണാതെയും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെയും തന്നിലേക്ക് തന്നെ തിരിയുന്ന മനുഷ്യൻ ക്രിസ്തു എന്ന ലോക വെളിച്ചത്തിൽ നിന്ന് അകലുകയാണ്. അവൻ പിന്നീട് ക്രിസ്തുവിനെ തിരയുന്നത് സ്വയം നിർമ്മിച്ചെടുത്ത തീ വെട്ടിപ്പന്തങ്ങളുമായാണ്. ഇന്ന് എല്ലാവരും വലിയവരാണ്. പ്രസംഗത്തിനെയോ ആരെങ്കിലും വിളിച്ച് ചെന്നിരുന്നാൽ നാമവിശേഷണങ്ങളുടെ പെരുമഴയാണ്. അതായത് പ്രസംഗത്തിനൊക്കെ ആരെങ്കിലും വിളിച്ച് ചെന്നിരുന്നാൽ നാമവിശേഷങ്ങളുടെ പെരുമഴയാണ്. ചെറിയ മനുഷ്യരെ ആരും തിരിച്ചറിയുന്നില്ല എന്ന പ്രശ്നത്തിന് പരിഹാരമായാണ് ഒടുവിലത്തെ പന്തിയിൽ ഇരിക്കുന്നവരെ തേടി ക്രിസ്തു എന്ന വലിയ വിരുന്നുവാഴി എത്തും എന്ന ആശ്വാസവചനം നമുക്ക് നൽകുന്നത്. ചെറുത ആകുവാനുള്ള ആഹ്വാനമാണ് മാനസാന്തരം. യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തിലൂടെ പ്രപഞ്ചം ആഘോഷിച്ചതും അതുതന്നെയാണ്. സ്വർഗോന്നതങ്ങളിൽ പരിലസിച്ച ദൈവപുത്രൻ തികവിങ്കൽ ലോകത്തിലേക്ക് വന്നു. ബേത്ലഹേമിലെ ഗോശാലയിലൂടെ ചെറുതിന്റെയും സൂക്ഷ്മതയുടെയും പ്രാധാന്യം ഇന്നും പറഞ്ഞു തരുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പാദങ്ങൾ കഴുകുവാൻ ഗുരു വരികയാണ്. ശിഷ്യനായ പത്രോസിന്റെ പാദങ്ങളുടെ സമീപത്തേക്ക് ജീവജലധാരയായ ക്രിസ്തു ചെന്നെത്തുമ്പോൾ പാദം വലിക്കുന്ന ശിഷ്യനെ കാണുന്നു. നാമും പലപ്പോഴും അങ്ങനെയാണ്. തിരിച്ചറിവിന്റെ നനവ് നമുക്ക് പാദങ്ങളിൽ ഇല്ലാതെ പോകുമ്പോൾ നാം ക്ഷീണിക്കുന്നു. എത്തേണ്ടിടങ്ങളിൽ എത്താതെയും ക്രിസ്തുവിന്റെ ഹിതം അറിയാതെയും ഇടറുന്നു. ക്രിസ്തുവിനോടൊപ്പം പങ്കുപറ്റേണ്ടവർ അകലങ്ങളിൽ എത്തിപ്പറ്റുന്നു. പാദം കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല എന്ന് ക്രിസ്തുവചനം പത്രോസിനെ വല്ലാതെ ഉലയ്ക്കുന്നു. എങ്കിൽ പാദം മാത്രമല്ല സർവവും കഴുകണമേ എന്ന അഭയയാചനയിൽ എത്തുന്ന ശിഷ്യൻ പ്രതീക്ഷയുടെ പാഠങ്ങൾ നൽകുന്നു. കുളിച്ചിരിക്കുന്നവനെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന പാഠഭേദമാണ് ക്രിസ്തു ഇവിടെ നൽകുന്നത്. വാക്ക് വാദം, മറുവാക്ക് മറുവാദം, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുവാൻ ഇടയാക്കിയേക്കാവുന്ന തർക്കങ്ങളിൽ നിന്ന് നാം ആ ശിഷ്യനെ പോലെ പിന്തിരിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പാദങ്ങളിൽ നമ്മൾ അടുക്കുമ്പോൾ ആ ശിഷ്യൻ പിന്തിരിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു പത്രോസിന്റെ പാദങ്ങൾ കഴുകുന്ന രീതിയിൽ ദൈവം നമ്മെയും കഴുകി വെടിപ്പാക്കും. സംശയം യാതൊന്നുമില്ല. ശിഷ്യരിൽ നടക്കുന്ന അത്ഭുത പ്രവൃത്തികളുടെ മർമ്മം പലപ്പോഴും അവർ അറിയാറില്ല. ഗുരുവിന് ബോധ്യമുണ്ട്. ബോധ്യങ്ങൾ നൽകുവാൻ പക്വമായ മനസ്സാണ് ഗുരുവിൻ്റേത്. എന്നാൽ അപക്വമായ മനസ്സ് ഗുരുവിലേക്ക് എത്തിപ്പെടുന്നതിനെ തടയുന്നു. ഗുരുവിന്റെ ബോധ്യങ്ങളിലേക്ക് വളർച്ച പ്രാപിക്കുന്നതാണ് മാനസാന്തരമെന്ന് നാം ഓർത്തിരിക്കുക. മുഖ്യാസനങ്ങളിലും അങ്ങാടിയിലെ വന്ദനങ്ങളിലും അഭിരമിക്കാതെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് മാനസാന്തരത്തിന്റെ സത്ഫലങ്ങൾ ലോകത്തിന് നൽകുന്നത്. പേരറിയാത്തവരായ അസംഖ്യം ആളുകളിൽ നിന്ന് നാം അത് കാണുന്നുമുണ്ട്. തന്നെത്താൻ താഴ്ത്തുന്ന അത്തരം വ്യക്തിത്വങ്ങളിലൂടെയാണ് ദൈവമഹത്വം വെളിവാകുന്നത്. സ്വയം മഹത്വം എടുക്കാതെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതാണ് മാനസാന്തരം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാം തോന്നലുകളാണെങ്കിലും ചിലത് ബോധ്യങ്ങളാണെന്ന് നാം തിരിച്ചറിയുന്നു. തോന്നലുകളോ മാത്രം പോരാ മാനസാന്തരത്തിന് എന്ന് നമുക്ക് ബോധ്യം ലഭിക്കുന്നു. മാനസാന്തരത്തിന് യോഗ്യമാമിതം ഉള്ള ജീവിതശൈലി ഉള്ളവരായി രൂപാന്തരപ്പെടുന്നതാണ് അഭിലഷണീയം എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും യേശു ക്രിസ്തു മാത്രമാണ് എന്ന ബോധ്യവും ഉണ്ടായാൽ അവർ രക്ഷിക്കപ്പെടും എന്ന ഇന്നത്തെ ഈ ധ്യാന വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് കൃത്യമായി
കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും രക്ഷിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയുമാണ് ചെയ്യേണ്ടതെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.